അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹിൽ ഫായിസീന ബിറദല്ലാഹ് യാ ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. അൻ സുഫിയാൻ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദുൻ ഗൈറക ഔ ബഅദക ഖാല ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖിം. റവാഹു മുസ്ലിം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സുഫിയാൻ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട 40 ഹദീസുകളിൽ 21ാമത്തെ ഹദീസ് നമ്പറായി ചേർക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അദ്ദേഹം പറയാം, ഖുൽതു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ, എനിക്ക് ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു വാക്ക് പറഞ്ഞു തരണം. ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക, അതിൻ്റെ മറുപടി കേട്ട് കഴിഞ്ഞാൽ പിന്നീട് സംശയമുണ്ടായി വേറെ ഒരാളോട് ചോദിക്കുന്ന ഒരവസ്ഥ ഇല്ലാത്ത വിധത്തിലായിരിക്കണം അതിൻ്റെ മറുപടി കിട്ടേണ്ടത്. മറ്റൊരു ഹദീസിൻ്റെ നിവേദനത്തിലുള്ളത് ബഅദക, താങ്കൾക്ക് ശേഷം എന്നും കാണാൻ കഴിയും. ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖുൽ, നീ പറയുക, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. സുമ്മ ഇസ്തഖിം, പിന്നെ നീ എന്ത് ചെയ്യുക, ആ വഴിയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുക. അല്ലാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ദൃഢമായ കറകളഞ്ഞ ഉറപ്പുണ്ടാകണം. സ്രഷ്ടാവും സംരക്ഷകനും ആരാധ്യനും അള്ളാഹു മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ പിന്നീട് അതിൽ നിന്ന് പതറാതെ തെറ്റാതെ അതിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ 41ാമത്തെ സൂറത്ത് ഫുസ്സിലത്തിലെ 31 മുതലുള്ള ആയത്തുകൾ ഇങ്ങനെ വളരെ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അത് ഓതിയതിൻ്റെ അർത്ഥം പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇങ്ങനെയാണ്: ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, ഞങ്ങളുടെ റബ്ബ് അള്ളയാണ് എന്ന് പറയുകയും അതിൽ അടിയുറച്ചു ജീവിക്കുകയും ചെയ്താൽ ദുനിയാവിൽ വർധനവുണ്ടാകും, അഭിവൃദ്ധി ഉണ്ടാകും എന്നൊന്നുമല്ല പറഞ്ഞത്. അയാൾ മരണസമയം വരെ ചിലപ്പോൾ കഷ്ടപ്പെടേണ്ടി വരും, ദുരിതം സഹിക്കേണ്ടി വരും. അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രബോധനം ചെയ്തപ്പോൾ സ്വഹാബത്തിലെ പല ആൾക്കാരെയും കൊണ്ട് ഒന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ട്. ഹാഫിളീങ്ങളായ 70ഓളം ആളുകളെ, കാരികളായ ആളുകളെ ഒരു മലഞ്ചെരുവിൽ വെച്ച് നിഷ്കരുണം ഇല്ലാതെയാക്കിയിട്ടുണ്ട്. ബിലാൽ റളിയല്ലാഹുവിനെ പോലെയുള്ള ആൾക്കാരെ നിർദ്ദയം മർദ്ദിച്ചിട്ടുണ്ട്. പ്രവാചകനെ പോലും വിട്ടിട്ടില്ല, വീട് വളഞ്ഞാൽ കൊല്ലാനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട്. ദുനിയാവിൻ്റെ ജീവിതം അങ്ങനെയാണ്. പക്ഷേ മരണസമയം മുഫസ്സിറുകൾ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാ, തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അയാളുടെ അടുക്കലേക്ക് അല്ലാഹു മലായികത്തുകൾ ഇങ്ങനെ ഇറക്കും. അല്ലാ തഖാഫു വലാ തഹ്സനു, ദുനിയാവിൻ്റെ കാര്യത്തെപ്പറ്റി നിങ്ങൾ ഇനി ബേജാറാകേണ്ടതില്ല, പരലോകത്തിൻ്റെ കാര്യത്തെപ്പറ്റി നിങ്ങൾ ഇനി ദുഃഖിക്കേണ്ടതും ഇല്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളായിരിക്കും, സഹായികളായിരിക്കുമെന്ന് പറയും. അപ്പോഴാണ് ഈമാനുള്ളവൻ്റെ മുഖം ഒന്ന് ശോഭിക്കുക. അത്ര കറുത്തിരുണ്ടവനാണെങ്കിലും രോഗത്തിൽ കിടന്നവനാണെങ്കിലും കീമോ ചെയ്ത് തളർന്നവനാണെങ്കിലും അവൻ്റെ മുഖത്ത് ഈമാൻ്റെ ശോഭയുണ്ടാവും അത്രേ. അതുണ്ടാകാൻ പര്യാപ്തമാകുന്ന രൂപത്തിൽ ജീവിക്കണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിക്ക് കൊടുത്ത നിർദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും അല്ലാഹുവിൽ വിശ്വസിച്ചവർ ആയതുകൊണ്ട് തന്നെ അതിൽ അടിയുറച്ച് ജീവിക്കുവാനും മരണം വരെ നിലനിൽക്കുവാനും മരണസമയത്ത് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് കണ്ണടയ്ക്കുമ്പോൾ മലായികത്തുകളുടെ സാമീപ്യമുണ്ടായി പുഞ്ചിരിയോടുകൂടി മുഖപ്രസന്നതയോടുകൂടി മരണം വരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മനുഷ്യ സഹജമായി വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അറിയുന്ന റബ്ബ് ഇരുലോകത്തും അവ മറച്ചു തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് രോഗികളായ ആളുകളും പ്രയാസപ്പെടുന്നവരുമായ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗികൾക്ക് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ, ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അള്ളാഹു എല്ലാവർക്കും മരണം വരെയും നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും
ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്കിന്റെ മഈശത്തിന്റെ മേഖലകളിൽ ഖൈറും ബറക്കത്തും വർഷിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും നമ്മുടെ സന്താന പരമ്പരകളെയും അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആഇക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.